രാവിലെ റിവ്യൂ പറഞ്ഞ് വൈറലാകും. രാത്രി നടികൾക്കെതിരെ സോഷ്യൽ മീഡിയയിലെത്തി ആവശ്യമില്ലാത്തത് പറഞ്ഞ് വൈറലാകും. കമന്റ് ബോക്സിൽ നിന്നും പൂരെ തെറി വാങ്ങിക്കൂട്ടും. പുറത്തിറങ്ങി പബ്ലിക്കിന്റെ കൈച്ചൂട് ആവശ്യത്തിന് അറിഞ്ഞിട്ടുമുണ്ട് ഈ സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ എന്ന വികാരജീവി. താൻ ഇങ്ങനെയാണ്, ഒരിക്കലും മാറില്ലെന്ന് ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ തെളിയിച്ചുകൊണ്ടിരുന്ന സന്തോഷ് വർക്കി ഒടുവിൽ പോലീസ് പിടിയിലായിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മോഹൻലാലിന്റെ ആറാട്ട് എന്ന സിനിമയെക്കുറിച്ച് സംസാരിച്ചാണ് സന്തോഷ് വർക്കി ശ്രദ്ധ നേടുന്നത്. അങ്ങനെ ആറാട്ടണ്ണൻ എന്ന വിശേഷണവും ഇദ്ദേഹത്തിന് കിട്ടി. പിന്നീട് പല സിനിമകളെക്കുറിച്ചും റിലീസ് ദിവസം അഭിപ്രായം പറഞ്ഞ് സന്തോഷ് സോഷ്യൽ മീഡിയയിലെത്തും. എന്നാൽ പിന്നീട് പല പ്രമുഖ നടിമാർക്കുമെതിരെയും സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായ സംസാരം ഇയാളിൽ നിന്നും ഉണ്ടായതോടെ പലരും പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഇടയ്ക്ക് പോലീസ് ഇയാളെ താക്കീത് ചെയ്ത് വിട്ടയച്ച സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നടിമാരെയും സ്ത്രീകളെയും വളരെയധികം അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയെന്ന് ചൂണ്ടി നടിമാർ തന്നെ നൽകിയ പരാതിയിലാണിപ്പോൾ സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല, ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. വിഷയത്തിൽ നടി ഉഷ അടക്കമുള്ളവർ പ്രതികരിച്ചെത്തിയിരുന്നു. സംഭവത്തിൽ നടി ഉഷയുടെ പ്രതികരണം ഇങ്ങനെയാണ്. ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി 2 ദിവസം മുൻപ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ സിനിമാ നടിമാരെല്ലാം വേശ്യകളാണെന്ന് എഴുതിയിട്ടിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയില്ല. 40 വർഷമായി ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്ക് മുൻപും ശേഷവും ഇപ്പോഴും ആയിരക്കണക്കിന് സ്ത്രീകൾ പല മേഖലകളിലായി സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നു. ഈ സ്ത്രീകളെയൊക്കെ വേശ്യകളാണെന്ന് പറയാൻ ഇയാൾക്ക് എന്ത് അധികാരമാണുള്ളത്? ഇതിനെയൊക്കെ എന്തു മറുപടിയാണ് പറയേണ്ടത്? ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇയാളുടെ മുൻപുള്ള പോസ്റ്റുകളും കോലാഹലങ്ങളുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇയാൾ തലയ്ക്ക് സുഖമില്ലാത്ത ആളാണെന്നും മാനസിക രോഗിയാണെന്നുമൊക്കെയാണ് പറഞ്ഞത്. ഇതോടെ അയ്യോ പാവം, സുഖമില്ലാത്ത ആളാണല്ലോ എന്ന് ഞാനും വിചാരിച്ചിരുന്നു. ഒരു കാര്യം പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ഇയാൾ നേരെ വിപരീതമായി പറയും. ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ത്രീകൾക്കെതിരെയാണ് അയാൾ കൂടുതലും പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അയാൾക്ക് മാനസിക പ്രശ്നമാണെങ്കിൽ അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൊണ്ടുപോയി ചികിത്സിക്കണം. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് ചികിത്സിച്ച ശേഷം അയാൾ നേരെയായാൽ പുറത്തു കൊണ്ടുവരും. അല്ലെങ്കിൽ അയാൾ ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകളെ ഇനിയും അപമാനിച്ചു കൊണ്ടേയിരിക്കും. മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾക്കെതിരെ ആരും നടപടി എടുക്കാത്തതെന്നാണ് കേൾക്കുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാം. നിയമപരമായി നടപടി എടുക്കാനും കയ്യിൽ കിട്ടിയാൽ കൈകാര്യം ചെയ്യാനും ഞങ്ങൾക്ക് നന്നായി അറിയാം. നല്ല ചുട്ടയടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. അയാളുടെ വീട്ടിൽ അമ്മയും പെങ്ങൾമാരും ഒന്നുമില്ലേ എന്നും ഉഷ ചോദിക്കുന്നു. എല്ലാ സ്ത്രീകളെയും പോലെ ഞങ്ങളും ജോലി ചെയ്യുന്ന മേഖലയാണ് സിനിമ. സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ മോശക്കാരാണെന്ന് പറയുന്ന പ്രവണത പൊതുവെയുണ്ട്. മറ്റുള്ള സ്ത്രീകളെ പോലെ തന്നെയാണ് ഞങ്ങളും ജോലി ചെയ്യുന്നത്. ദയവായി ആ ചിന്ത മാറ്റണം. ഈ വ്യക്തിക്കെതിരെ നിയമപരമായി തന്നെ മുന്നോട്ടു പോകും. ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന എന്റെ സഹപ്രവർത്തകരായ സ്ത്രീകളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മളിതിങ്ങനെ വിട്ടുകൊടുക്കരുത്. ഇന്നിയാൾ ഭ്രാന്തനല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും പോസ്റ്റുകളുമായി എത്തും. ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ നാളെ ഇയാൾ ഇതിനപ്പുറം പറയും. മറ്റുള്ള ആളുകൾക്ക് ഇത് പറയാനുള്ള ഒരു പ്രചോദനം കൂടിയാകുമത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് തന്നെ പോകണം. ഈ വ്യക്തിയെ വെറുതെ വിടരുത്. ഇക്കാര്യത്തിൽ നിങ്ങൾ പ്രേക്ഷകരും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം. എന്റെ പരാതിയുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്, നടി ഉഷ പറയുന്നു.